Hi friends and families, എല്ലാവരും സേഫ് ആയിട്ട് സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് കഫേ സുലൈമാനി നിങ്ങളുടെ വ്യത്യസ്തമായ ഒരു ഫുഡ് ബ്ലോഗിലോട്ടാണ് കൊണ്ടുപോകുന്നത്. വേറെ ഒന്നുമില്ല, എണ്ണ കുറച്ച് നമ്മൾ ഓവനിൽ ഗ്രിൽ ചിക്കൻ ചെയ്യണം, ഡ്രം സ്റ്റിക്ക്. അപ്പോൾ ഞാനൊരു 10 ചിക്കൻ ഡ്രം സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഒരു അരമണിക്കൂർ ഹാഫ് പിന്നെ ചെറുനാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് വെച്ചതിന് ശേഷം ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണ് തൈര് ഞാൻ ഇതിൽ ചേർക്കുകയാണ്. ഞാനൊരു ഹാഫ് ടൊമാറ്റോ പേസ്റ്റ് ആക്കിയിട്ട് ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട്. അരച്ചത് ഒരു 7 വെളുത്തുള്ളി ക്ലോവ് അരച്ചും പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും, അങ്ങനെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഒരു 2 ടേബിൾ സ്പൂൺ വീതം മല്ലി ഇലയും പുതിന ഇലയും കൂടെ ക്രഷ് ചെയ്ത് ചേർക്കുന്നുണ്ട്. എരി കുറച്ച് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ 1 ടീസ്പൂണ് ചില്ലി പൗഡർ ചേർക്കുക. കാശ്മീരി ആണെങ്കിൽ 1/2 ടീസ്പൂണോടെ എക്സ്ട്രാ സാധാ ചില്ലി കൂടെ ആഡ് ചെയ്യുക. കാശ്മീരി ഉപയോഗിക്കുന്നവർക്ക് എരി കുറയും. 1 ടീസ്പൂണ് ടർമറിക് പൗഡർ, ഒരു ടീസ്പൂണ് പെപ്പർ, ബ്ലാക്ക് പെപ്പർ, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കൊറിയാണ്ടർ. ഇത് എല്ലാം കൂടെ റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിൽ ചേർക്കുക. ഒരു താവയിൽ വെച്ച് ചെറുതായിട്ട് ഒരു ഫ്ലേവർ കിട്ടും. അതിനോടൊപ്പം ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് പിന്നെ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. റോസ്റ്റ് ചെയ്ത പൗഡർ ആയിരിക്കണം ചേർക്കേണ്ടത് ഈ മസാലകൾ, അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിനുശേഷം ഒരു 4 to 6 hours റെഫ്രിജറേറ്ററിൽ വെച്ചിട്ട് ഇതൊന്ന് മസാല പിടിക്കാൻ വെച്ചിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ല, പെട്ടെന്ന് എടുക്കുന്നവർക്കാണെങ്കിൽ ഒരു മിനിമം ഒരു 30 minutes എങ്കിലും പിന്നെ അത് മിക്സ് ചെയ്തതിന് ശേഷം വെച്ചതിന് ശേഷം ഓവനിൽ വെച്ച് കുറച്ച് എണ്ണ തൂകി പൊരിച്ചെടുക്കാം. ഓയിലർ ഓപ്ഷനിൽ 450 സ്റ്റാർട്ട് കൊടുക്കുക. ടൈമർ പ്രീഹീറ്റ് ആയതിനു ശേഷം ടൈമർ കുക്കിംഗ് ടൈം എടുക്കുക. അതൊരു 45 minutes സെറ്റ് ചെയ്യുക. അതിനുശേഷം ഓരോ 10 minutesലും ഡ്രം സ്റ്റിക്ക് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ താഴെ ഫോയിൽ പേപ്പറാണ് വെച്ചേക്കുന്നത് കാരണം വെക്കുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഓവനിൽ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓവൻ ലൈറ്റ് കിടക്കുന്നതുകൊണ്ടാണ്. ആയിട്ടുണ്ട്, നല്ല ക്രിസ്പി ഫ്രൈ ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ സെർവ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ചിക്കൻ ഫ്രൈ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ജ്യൂസിയും വളരെ ക്രിസ്പി ആയിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അതാ കുത്തുമ്പോൾ ശരിക്കും നല്ലോണം താഴോട്ട് തന്നെ പോകുന്നുണ്ട്. അതാണ് ശരിക്കുള്ള പരുവം. ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫാമിലീസ് ആൻഡ് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻ്റ് അറിയിക്കുക. ഇതിനോടൊപ്പം നിങ്ങൾ ഒരു ജംബോ ചിക്കൻ ചെയ്ത ഒരു വീഡിയോ ഇതേ റെസിപ്പി വെച്ച് ചെയ്തത് കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നമ്മളൊരു പാർട്ടിക്ക് കോവിഡിന് മുമ്പേ ചെയ്തതാണ്, അതും കൂടെ നിങ്ങൾക്ക് കാണാം. ഇത് ഏതാണ്ട് 45 to 50 ഡ്രം സ്റ്റിക്ക് ഉണ്ട്. ഒരു ജംബോ ഗ്രില്ലിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഒരു പാർട്ടിക്ക് വേണ്ടി ചെയ്തതാണ്. സെയിം റെസിപ്പി തന്നെ അത്രയും ആഡപ്പ് ചെയ്തു ഈ 45 to 50ക്ക്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചു. ഗുഡ് ബൈ, സി യു. ഹെവി ഡ്രം സ്റ്റിക്സ് ഫ്രൈയിങ് സ്റ്റാർട്ട് ചെയ്യണം.
450 ഫാരൻഹീറ്റിൽ സെറ്റ് ചെയ്തിട്ട്